ഇന്ന് നമുക്കൊരു കുട്ടി വ്ളോഗ് നോക്കിയാലോ. അപ്പോൾ നേരെ പോകുന്നത് കാലിക്കറ്റ് ബീച്ചിലേക്കാണ് കേട്ടോ. ഞാൻ താമസിക്കുന്നത് കാലിക്കറ്റ് ആണെങ്കിലും ഞാൻ ബീച്ചിൽ പോയിട്ട് ഏകദേശം ഒരു 6-7 വർഷം കേട്ടോ. ബീച്ചിലേക്ക് പോവാറേ ഇല്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുമെങ്കിലും ബീച്ച് പോകുന്നത് റയറാണ്ടോ. അപ്പോൾ കസിൻസും ഫാമിലീസൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ബീച്ചിലേക്ക് തന്നെ പോകാമെന്ന്. അപ്പോൾ കസിൻ പറയുകയും ചെയ്തു നമുക്കെന്നാൽ ബീച്ചിൽ പോവാം, മാളിലൊക്കെ എപ്പോഴും പോകണതല്ലേ, ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ബീച്ചിൽ പോവാം, കാരണം ഞങ്ങളും പോയിട്ട് കുറേ നാളായി. അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതി. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടോ ബീച്ചിൽ. നല്ല രീതിക്കുള്ള ചേഞ്ചസ് വന്ന്, കുറേ ഫുഡ് കോർട്ട്സ് വന്ന്, അതേപോലെ തന്നെ ഇതേപോലെ മക്കൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനിതാ ഇതിലൊന്നും കയറാൻ ആളാവാത്തതിനെ കൊണ്ട് ഞങ്ങൾ ഈ ഒരു ബലൂൺ വാങ്ങി കൊടുത്താണ്ട് മോൻ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഇതാ ഈ ഒരു ഐറ്റത്തിൽ ഞങ്ങൾക്ക് കയറണം എന്നുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ ആലോചിച്ചിരുന്നു കയറണോ വേണ്ടിയതുള്ളത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് ഐറ്റംസ് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാൻ എഴുതി, എന്നിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഐസ് എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല ഇതുവരെ. അങ്ങനെ ഞാനത് ട്രൈ ചെയ്തു, പക്ഷെ അത് അത്ര ടേസ്റ്റ് ഉള്ളതല്ലായിരുന്നു. നമുക്ക് ഓരോ ഷോപ്പിലും ഓരോ ടേസ്റ്റാണ്. ഞാൻ കഴിച്ചത് അത്ര ടേസ്റ്റ് ഉള്ളതല്ലായിരുന്നു. അപ്പോൾ അനീത്തി പറഞ്ഞത് ഇതിനേയും നല്ല ടേസ്റ്റ്, നല്ല ഐറ്റം കിട്ടും, പക്ഷേ ഇത് അത്ര ടേസ്റ്റ് പോരാട്ടാന്നുള്ളത്. അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഇതേപോലെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത്. നമ്മൾ ഒരു ഷോപ്പിലത്തെ സെയിം ടേസ്റ്റുള്ള മറ്റു ഷോപ്പിൽ ചിലപ്പോൾ അതിൽ നല്ല ബെറ്റർ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ, നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഷോപ്പ് നോക്കി തിരഞ്ഞെടുത്താൽ നമുക്ക് നല്ല ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾ, എൻ്റെ കസിനാണ്. അപ്പോൾ ഇവരാണ് ന്യൂലി മാരീഡ് കപ്പിൾസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു ഐറ്റത്തിൽ കയറി കേട്ടോ. അതിൻ്റെ വീഡിയോ ഇന്ത്യയിൽ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഞാൻ അതിനകത്ത് കയറി അതിനകത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൂഫി മന്തിയിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ അങ്ങനെ കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ എൻ്റെ മോന് ഇതേപോലെ ഓടി ഇറക്കാൻ ഞങ്ങളെ നോക്കിയിട്ട് ഓടി നടക്കുന്നതാണ്. അപ്പോൾ അവന് ഇതേപോലെ അവൻ എവിടെ പോയാലും ഇങ്ങനെ ഓടി നടക്കണം. ഞാൻ അവനെ കാണാണ്ട് ഒളിച്ചൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഒളിച്ചൊക്കെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്, കാരണം അവന് പുറത്തത്തെ ഫുഡ് അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അവൻ കാണാണ്ടാണ് ഞാനിങ്ങനെ പുറത്തത്തെ ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് നേരെ ഒരു സുലൈമാനെയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കണ്ടുപോയത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.